അപ്പോൾ ഗൈസ് കെമിസ്ട്രി പ്രാക്ടിക്കൽ എക്സാമിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇവിടെ ഓട്ടോ ഇട്ടുണ്ട് കാണാനും. കെമിസ്ട്രീൻ്റെയും ഫിസിക്സിൻ്റെയും ഓട്ടോ ഇട്ടുണ്ട്, മാത്സിൻ്റെ ഇട്ടില്ല. എന്താണ് എൻ്റെ ഫുള്ളാവായിട്ടാണ് അറിയില്ല. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു, അപ്പോൾ ആരെങ്കിലും ഓട്ടോ ഇട്ടില്ല എന്ന് പറഞ്ഞു. അതിനോട് തന്നെ കുഴപ്പമില്ല. എന്താ വ്യത്യാസം ഉണ്ടല്ലോ, കെമിസ്ട്രീൻ്റെയും ഫുൾ ഓട്ടോ ഉണ്ട്, ഫിസിക്സിൻ്റെയും കുറച്ചുള്ളിരുന്നു. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. അപ്പം കെമിസ്ട്രീൻ്റെ റിവ്യൂ ഞാൻ പറയാം. അതിന് തന്നെ റെക്കോർഡ് അടച്ച, എല്ലാത്തിനും അങ്ങനെ തന്നെയാണല്ലോ. റെക്കോർഡ് അടച്ച് അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കൂടെ ഹാൾ ടിക്കറ്റ് വെക്കാൻ പറഞ്ഞ്, പിന്നെയും അവിടെ പോയിട്ട് ഹാൾ ടിക്കറ്റ് വെച്ച് വേറെ അടുത്തന്നെ ഓനും പറഞ്ഞ് അങ്ങനെ അത് വെച്ച് കഴിഞ്ഞിട്ട് നേരത്തെ എനിക്ക് ആദ്യം തന്നെ കിട്ടി ആസിഡിമെട്രി കിട്ടി. അതായത് ടൈട്രേഷൻ്റെ ആസിഡിമെട്രി. ഇതിൻ്റെ ഇപ്പുറത്തുള്ളവനും സാൾട്ട് കിട്ടി, എനിക്ക് ടൈട്രേഷൻ അല്ല ആസിഡിമെട്രി. അങ്ങനെ ആസിഡിമെട്രി കിട്ടിയിട്ട് അതിങ്ങനെ ചെയ്ത് 100 ml ഒക്കെ ആക്കി ഒക്കെ ചെയ്ത് ലാസ്റ്റ് ഞാൻ അങ്ങനെ തിരിച്ചിട്ട് ഇതിങ്ങനെ ഇളക്കായിട്ട് മറ്റേ ഇങ്ങനെ എന്താ പറയുക സ്റ്റാൻഡേർഡ് ഫ്ലാസ്കോ എന്തോ സാധനമാണ്. ഇതിങ്ങനെ തിരിച്ചിട്ട് ഇത് ഇളക്കണമല്ലോ. ഇതിങ്ങനെ അവിടെ വേണ്ടി തട്ടുക. ഇഷ്ക്ക് പേടിയായിട്ട് പൊട്ടുമെന്നൊക്കെ പേടിയായിട്ട് ഞാൻ ലാസ്റ്റ് എന്തൊക്കെയോ കാട്ടി ഇളക്കി ലാസ്റ്റ് ഇങ്ങനെ തിരിച്ചിട്ട് ഇളക്കി വേറെ ഇങ്ങോട്ട് നോക്കിയപ്പോത്തിന് സംഭവം വെള്ള കളറായിട്ടുണ്ട്, പിങ്ക് കളർ വെള്ളമായിട്ടുണ്ട്. പിന്നെ ഓഫ്തേറ്റിച്ച് ഒരുമാതിരി 20 പോയിന്റ് എത്രയോ എനിക്ക് വാല്യൂ കിട്ടി. പിന്നെ ഞാൻ ഒന്നുകൂടി ചെയ്ത് നോക്കി, അപ്പോൾ 19.8 കിട്ടി. അപ്പോൾ ഞാൻ 2 വാല്യൂ 19.8 കൊടുത്ത്, എന്നിട്ട് ആ വാല്യൂ ഒക്കെ കൊടുത്ത് ഇതൊക്കെ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം കുറേ ടൈമായി. ടേബിളേഷനൊക്കെ വരച്ചൊക്കെ ചെയ്തപ്പോൾ കുറേ ടൈമായി. പിന്നെ സാൾട്ടാണ് എല്ലാവർക്കും കുറേ പണിയെന്ന് പറഞ്ഞത്. കുറേ പണിയെന്ന് പറഞ്ഞാൽ കുറേ കിട്ടാനൊക്കെ വൈകി. അപ്പോൾ എൻ്റെ എടുത്തുള്ള ഒരുത്തിന് എന്താ ലെഡ് അസറ്റേറ്റ് കിട്ടിയിരുന്നു, ഒരു പൊടി മരുന്ന് സാധനം ആയിരുന്നു. അപ്പോൾ ലെഡ് അസറ്റേറ്റ് അല്ല സിങ്ക് അസറ്റേറ്റ് എന്തോ ആണ്, അങ്ങനത്തെ കിട്ടി. അപ്പോൾ അതിനെ എടുക്കാലോ വെച്ച് പൊടി മരുന്ന് ഞാൻ പോയെടുത്ത് ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരിക്കുക. ആദ്യം തന്നെ കാർബണേറ്റ് ചെയ്ത് കിട്ടിയില്ല, അസറ്റേറ്റ് ചെയ്ത് കിട്ടിയില്ല. അസറ്റേറ്റ് ചെയ്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെ ഇതായിപ്പോയി, എന്ത് അസറ്റേറ്റ് കിട്ടില്ല. പിന്നെ ക്ലോറൈഡ് ചെയ്ത് അതും കിട്ടിയില്ല. പിന്നെ നൈട്രേറ്റ് ചെയ്ത് അതിലാണ് ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടി, അതും പോയി. അപ്പോൾ ലാസ്റ്റ് സൾഫേറ്റ് ആണെന്ന് ഉറപ്പായി. അപ്പോൾ സൾഫേറ്റ് ലാസ്റ്റ് കിട്ടി. അതിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റ് ചെയ്തപ്പം നമ്മളെ അപ്പോൾ അതൊക്കെ ഓക്കെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ സൾഫേറ്റിൻ്റെ സൾഫേറ്റിൻ്റെ എന്താണ് ഇത് കൺഫർമേഷൻ ചെയ്തപ്പം അസറ്റിക് ആസിഡ് ഉണ്ട് അറിയാം. പിന്നെ ലെഡ് അസറ്റേറ്റ് ആണ്, ഡൈലൂട്ട് HCl ആണ്. നമ്മളെ സ്കീമിലുള്ള ഡൈലൂട്ട് HCl ആണ്. പിന്നെ സാറ് ഒരുത്തിനോട് പറഞ്ഞിട്ട് ഡൈലൂട്ട് HCl അല്ല ലെഡ് അസറ്റേറ്റ് ഇല്ലെന്ന് വെച്ചപ്പോൾ അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്ത്. അപ്പോൾ അതൊക്കെ കിട്ടി, സൾഫേറ്റ് കിട്ടി. പിന്നെ കാറ്റയും തുടങ്ങി. ഞാൻ ആദ്യം തന്നെ പോയി ഹാഷ് ടെസ്റ്റ് ഉണ്ട് ചെയ്ത്, കാരണം എല്ലാവർക്കും ഹാഷ് ടെസ്റ്റ് ഉണ്ട്. സിങ്കാവും വിചാരിച്ച്, സിങ്ക് സൾഫേറ്റ് എന്നല്ല കേൾക്കുമ്പോൾ ഒരു സുഖം. അപ്പോൾ സിങ്കാവും വിചാരിച്ചിട്ട് ഞാൻ പോയി നേരെ ഹാഷ് ടെസ്റ്റ് ചെയ്ത്, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ മണ്ടനായെന്ന് മനസ്സിലായി, വെറുതെ ആ ടൈമും കളഞ്ഞ്. പിന്നെ ഞാൻ നേരെ പോയിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ 0 ഗ്രൂപ്പിൻ്റെ നോക്കി, നോ പ്രസിപ്പിറ്റേറ്റ് കിട്ടി. അത് കുഴപ്പമില്ല, കിട്ടി. പിന്നെ അതിൻ്റെ കൺഫർമേഷൻ നോക്കാൻ പോയപ്പോഴാണ് സീനായത് ഫുള്ള്. കാരണം പറയുകയാണെങ്കിൽ അതിങ്ങനെ നോക്കി ആദ്യം തന്നെ NaOH സൊല്യൂഷനൊക്കെ ഒഴിച്ച് അമോണിയയുടെ സ്മെല്ല് ഇട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പിന്നെ വാച്ച് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് എന്നിട്ട് സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ടാവില്ല, എന്തോ ഒരു സ്മെല്ലൊക്കെ വന്നിരുന്നു. അത് അമോണിയൻ്റെ ആണോന്ന് അറിയില്ല. എന്നിട്ട് അപ്പോൾ അത് കൺഫ്യൂഷൻ ആയിട്ട് തന്നെ അതിൻ്റെ കൺഫർമേഷൻ ടെസ്റ്റ് ചെയ്തു. കൺഫർമേഷൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ശരിക്കും കിട്ടുന്നത് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. ഞാൻ അങ്ങനെ ആദ്യം നെസ്ലെ റേജിൻ്റെ ഒരു തുള്ളി എത്തിച്ചു, 2 തുള്ളി എത്തിച്ചു. അപ്പോൾ ഞാൻ ചാകാൻ പറ്റില്ല. അപ്പോൾ ഒരു ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് വരുന്നു. ഞാൻ ജസ്റ്റ് ഇളക്കിയപ്പോൾ അത് ഓറഞ്ച് പൊടിയായി പോവാ. എന്നിട്ട് ഞാൻ നെസ്ലെ റേജിന് ഇങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞാൽ ഒരു കുറേ തുള്ളി, ഒരു 10 തുള്ളിയൊക്കെ എത്തി. എന്നിട്ടും അത് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഇട്ടില്ല. എനിക്കൊക്കെ ആകെ പേടിയാവും, എന്താണ് ഇതൊക്കെ പറഞ്ഞിട്ട്. ഇത് 0 ഗ്രൂപ്പിൻ്റെ കിട്ടി. എന്നിട്ട് അതിൻ്റെ കൺഫർമേഷൻ കിട്ടാതെ തന്നാൽ പിന്നെ എന്ത് ചെയ്യാനാ. ഞാൻ നേരെ പോയിട്ട് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ എഴുതി നോക്കി, അത് കിട്ടിയിട്ടില്ല. ആകെ കൺഫ്യൂഷൻ ആയിട്ട് ലാസ്റ്റ് ഞാൻ അമോണിയം തന്നെ എഴുതി, 0 ഗ്രൂപ്പിൽ തന്നെ എഴുതി, ഒന്നും നോക്കില്ലാണ്ട് എഴുതി. ലാസ്റ്റ് ഒക്കെ സ്പീഡിൽ എഴുതി. എല്ലാവരും ഇറങ്ങി പോകണമെന്നുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ, സ്പീഡിലൊക്കെ എഴുതി. എന്നിട്ട് അതാണ് കൊടുത്തപ്പോൾ തന്നെ റിസൾട്ട് എഴുതാൻ പറഞ്ഞു. ടീച്ചറിനോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇടിഞ്ഞിരുന്നു. റിസൾട്ട് ഉണ്ട് എഴുതി. സാൾട്ട് അമോണിയം എന്താണ് അമോണിയം സൾഫേറ്റ് എഴുതിയിട്ട് റിസൾട്ട് അതൊക്കെ ഓക്കെ. വൈവ ചോദിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചില്ല. കാരണം ആദ്യം സാൾട്ട് കിട്ടിയതോടാണ് കൂടുതലും ചോദിച്ചത്. കാരണം സാൾട്ട് കൊടുക്കുമ്പോൾ എന്താണ് എങ്ങനെയാണ് കിട്ടിയത്, കാറ്റോ എങ്ങനെ കിട്ടി, അനയോ എങ്ങനെ കിട്ടിയത്. ഞാൻ സെക്കൻഡ് സാൾട്ട് ആയതുകൊണ്ട് തന്നെ അത് കൊടുത്തപ്പോൾ തന്നെ അവിടെ അല്ലെങ്കിൽ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ കുട്ടികളും നിന്ന്. അപ്പോൾ എന്നാൽ പോയി എഴുതിക്ക് പറഞ്ഞു സാറ്. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അങ്ങനെ ഇനി ഈ എക്സാം 6-ാം തീയതിയാണ് എക്സാം. കുറേ ഗ്യാപ്പ് ഉണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടറില്ല, ബോർഡ് എക്സാമിന് നോക്കേണ്ടി വരും, അല്ലാതെ ഫുള്ള് ലാബിൽ നോക്കാനൊന്നും കഴിയില്ല. എത്ര റിസൾട്ട്. അപ്പോൾ ഇങ്ങനത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ഇടുക. അത്ര തന്നെ പറയാനുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അതിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് ചെയ്തപ്പം നമ്മളെ ഇനി കണ്ണീരൊന്നും വേണ്ട, മനം കൊള്ളും നോവും വേണ്ട, അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. വിങ്ങ